Hi dears, നമ്മൾ ഗൻരൂപം എന്നുള്ള ചാപ്റ്റർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതിലെ വൃത്തസ്തൂപിക കോൺ എന്ന് പറയുന്ന ഭാഗത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് കോണിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കോണിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ബേസിക് ഐഡിയകളും അതിന്റെ ഫോർമുലകളാണ് പറഞ്ഞത്. ഇന്ന് അതിന്റെ കുറച്ചും കൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഓക്കെ, നമുക്കടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Find the curved surface area of a cone with the base radius 12 cm and slant height 25 cm. അതായത് ചെരിവുയരം 25 സെന്റിമീറ്ററും പാദത്തിന്റെ ആരം 12 സെന്റിമീറ്ററും ആയ വൃത്തസ്തൂപികയുടെ വക്രമുഖ പരപ്പളവ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതായത് ചെരിവുയരം 25 സെന്റിമീറ്റർ ആണ്. ചെരിവുയരം 25 സെന്റിമീറ്റർ ആണ്. പിന്നെന്താ പറഞ്ഞത്? ബേസ് റേഡിയസ് 12 സെന്റിമീറ്റർ, പാദത്തിന്റെ ആരം 12 സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപികയുടെ വക്രമുഖ പരപ്പളവ്, അതായത് കേർവ്ഡ് സർഫേസ് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഇങ്ങനെ വരാം. അതായത് കേർവ്ഡ് സർഫേസ് ഏരിയ ഓഫ് എ കോൺ, ഒരു വൃത്തസ്തൂപികയുടെ വക്രമുഖ പരപ്പളവിന്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്താ പഠിച്ചത്? യെസ്, പൈ ആർ എൽ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? യെസ്. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ? ദെൻ പൈ ഇൻറ്റു, അതായത് ബേസ് റേഡിയസ്, ഈ റേഡിയസിന് പകരം നേരെ 12 എന്ന് കൊടുക്കുക. എല്ലിന് പകരം എന്ത് കൊടുക്കുക? എല്ലിന് പകരം 25 കൊടുക്കുക. എല്ല് 25 അല്ലേ? ഏതാണോ തന്നത് ആ ലെറ്റേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ചെയ്താൽ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, 12 × 25 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 300 കിട്ടും. 300 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ആ വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ്. ഇനി വേണമെങ്കിൽ പൈയുടെ വില കൊടുക്കാം. എന്താ പൈയുടെ വില? 3.14 ആണ്. 300 × 3.14 മൾട്ടിപ്ലൈ ചെയ്യാം, 942 കിട്ടും. ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇത്ര തന്നെ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, 300 സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് എത്താം. ഓക്കെ, അപ്പൊ സ്ലാന്റ് ഹൈറ്റും ബേസ് റേഡിയസും തന്നാല് കേർവ്ഡ് സർഫേസ് ഏരിയ കാണുന്നതാണ് പയ്യാറിൽ. ഫോർമുല അറിഞ്ഞാൽ മതി, ഏതൊക്കെ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. 300 പൈ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കാം. ദ ഹൈറ്റ് ഓഫ് എ കോൺ ഈസ് 4 സെന്റിമീറ്റർ ആൻഡ് സ്ലാന്റ് ഹൈറ്റ് 5 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ടോട്ടൽ സർഫേസ് ഏരിയ. അതായത് ഒരു വൃത്തസ്തൂപികയുടെ ഉയരം 4 സെന്റിമീറ്ററും ചെരിവുയരം 5 സെന്റിമീറ്ററുമാണ്. ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കുക. അതായത് തന്നിട്ടുള്ള അക്ഷരങ്ങൾ ഏതാ? ഉയരം 4 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നത്? ചെരിവുയരം 5 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഉപരിതല പരപ്പളവ്. ഉപരിതല പരപ്പളവിന്റെ ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? TSA ഓഫ് എ കോൺ. ഉപരിതല പരപ്പളവ് എന്താ? ദാറ്റ് ഈസ് πr² പ്ലസ് πrl. പാദപരപ്പളവ് പ്ലസ് വക്രമുഖ പരപ്പളവ്, ബേസ് ഏരിയ പ്ലസ് കേർവ്ഡ് സർഫേസ് ഏരിയ. അതായത് എന്താണ്? πr² പ്ലസ് πrl. ഓക്കെ, ഇനി നമുക്ക് വാല്യൂസ് കൊടുത്തൂടെ? കൊടുക്കാൻ കഴിയൂലല്ലോ, കാരണം ഇവിടെ ആറില്ലല്ലോ. അപ്പൊ 6 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ 6 കണ്ടുപിടിക്കണം. 6 കണ്ടുപിടിക്കാനുള്ള റിലേഷൻ എന്തായിരുന്നു? യെസ്, നമ്മൾ പഠിച്ചിരുന്നു L² = R² പ്ലസ് H². ഓക്കെ, ഇതിൽ നിന്നും R² = L² മൈനസ് H² അല്ലേ? യെസ്. ഇനി കൊടുത്തൂടെ? എല്ലിന് പകരം എത്ര കൊടുക്കാം? 5² മൈനസ് എച്ചിന് പകരം എന്ത് കൊടുക്കാം? 4². 5ന്റെ സ്ക്വയർ എത്രയാ? യെസ്, 25. 4ന്റെ സ്ക്വയറോ? 16. 25 16 കുറച്ചാൽ എത്രയാ? യെസ്, 9 കിട്ടുന്നുണ്ട്. R² = 9. R √9. R 3. അപ്പൊ എന്ത് കിട്ടി? പാദത്തിന്റെ ആരം ബേസ് റേഡിയസ് 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഫോർമുലയിൽ കൊടുത്തൂടെ? പാദത്തിന്റെ ആരം കിട്ടിയാൽ എന്താ ഫോർമുല? πr² പ്ലസ് πrl = π ഇൻറ്റു r² എന്ന് പറഞ്ഞാൽ 3² പ്ലസ് π ഇൻറ്റു 3 ഇൻറ്റു l എത്രയാ? 5. ഓക്കെ, എന്താ ഫോർമുലയിലെ ഓരോ അക്ഷരത്തിന് നേരെയുള്ള അക്കം കൊടുത്തു കേട്ടോ. നമുക്ക് റേഡിയസ് അറിയൂലായിരുന്നു, അതുകൊണ്ട് റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് പൈ ഇൻറ്റു 3² എന്ന് പറഞ്ഞാലോ? 3² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 3 9. യെസ്, 3 × 5 15 പൈ. അതായത് എന്താണ്? പൈ ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 9 പൈ പ്ലസ് 15 പൈ. 9 പൈയും 15 പൈയും കൂട്ടിയാൽ എന്താ? യെസ്, ഇവിടെ പലരും തെറ്റിക്കലുണ്ട് കേട്ടോ. 9 പൈയും 15 പൈയും കൂടി കൂട്ടുമ്പോൾ 9 15 കിട്ടി.
25 ഒക്കെ എഴുതി 9ഉം 15ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 24 കിട്ടും. 24 ഈ പയ്യും കൂട്ടിയിട്ട് 2 പൈ നോക്കാണ്ട് ചെയ്ത ആ പരിപാടി പറ്റുമോ? ഇല്ല. 9 പൈയും 15 പൈയും കൂട്ടുമ്പം 24 പൈന്നേ ആവുള്ളൂ. പൈ പ്ലസ് പൈ ഒന്നും ആവില്ല, 2 പൈ ഒന്നും ആവില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളിപ്പോ 9 പൈക്ക് പോയപ്പോ 9 തേങ്ങയും 15 തേങ്ങയും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 24 തേങ്ങ പ്ലസ് തേങ്ങ ഒന്നും ആവൂലല്ലോ. ആവോ? ഇല്ല. 9 തേങ്ങ പ്ലസ് 15 തേങ്ങ സമം 24 തേങ്ങയേ ഉണ്ടാവുള്ളൂ കേട്ടോ. യെസ്. അപ്പൊ 9 പൈ പ്ലസ് 15 പൈ എന്ന് പറയുമ്പോൾ എന്താ കിട്ടുക? യെസ്, 24 പൈ എന്ന് കിട്ടും. 24 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ദ ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് ദ കോൺ. ഇതാണ് എന്ത് വരുന്നത്? ഒരു ഈ വൃത്തസ്തൂപികയുടെ ഉപരിതല പരപ്പളവ് 24 പൈ സെന്റിമീറ്റർ സ്ക്വയർ. അറിയുന്ന ആളുകളുടെ പൈയുടെ വില കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3.14 കൊടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. The base diameter of a conical firework is 10 centimeter and its height is 12 centimeters. 10,000 such cones are to be covered with colored paper. Find the cost of the paper at the rate of Rs2 per square meter. Okay, അതായത് പാദത്തിന്റെ വ്യാസം 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപികാകൃതിയിലുള്ള എന്തുണ്ട്? ഒരു പൂക്കുറ്റിയുണ്ട്. ആ പൂക്കുറ്റിയുടെ പാദത്തിന്റെ വ്യാസം 10 സെന്റിമീറ്റർ ആണ്, ഉയരം 12 സെന്റിമീറ്റർ ആണ്. അങ്ങനത്തെ 10,000 പൂക്കുറ്റികൾ വർണ്ണക്കടലാസിൽ പൊതിയണം. അപ്പോ ഒരു ചതുരശ്ര മീറ്ററിന് 2 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവാകും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അതായത് ബേസ് ഡയമീറ്റർ ഓഫ് എ കോണിക്കൽ ഫയർ വർക്ക് ഇസ് 10 സെന്റിമീറ്റർ. ബേസ് ഡയമീറ്റർ വ്യാസമാണ് 10 സെന്റിമീറ്റർ എന്ന് തന്നത്. പിന്നെ എന്താ തന്നത്? ബേസ് ഡയമീറ്റർ ഈസ് 10 സെന്റിമീറ്റർ എന്ന് തന്നു. പിന്നെ എന്ത് തന്നു? ഉയരം എത്ര തന്നത്? ബേസ് ഡയമീറ്റർ 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ആൻഡ് ഇസ് ഹൈറ്റ് 12 സെന്റിമീറ്റർ. ഉയരം 12 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. Then 10,000 such cones are to be covered with colored paper. Find the cost of the paper at the rate of Rs2 per meter square. ശ്രദ്ധിക്കുക, ഈ തന്നത് ഇത്ര മാത്രമാണ്. അങ്ങനത്തെ 10,000 പൂക്കുറ്റികളുണ്ട്. ഇങ്ങനെയാണ് ഇപ്പൊ പൂക്കുറ്റി എന്ന് വിചാരിക്കുക. യെസ്, ഇതാണ് നമ്മളെ പൂക്കുറ്റി കേട്ടോ. കണ്ടുണ്ടാവും മേശപ്പൂത്തിരിയൊക്കെ അല്ലേ നമ്മളെ പൂത്തിരി കൊടുക്കുന്നത്. യെസ്, അങ്ങനെ കത്തിക്കുന്ന മേശപ്പൂത്തിരിയൊക്കെയാണ്. അങ്ങനത്തെ ഇതാണ് 10,000 ഉണ്ട്. നല്ല കളർ പേപ്പറിലാണ്, സൂപ്പർ ആയിട്ടുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പേപ്പറിലല്ലേ പൊതിഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അങ്ങനത്തെ 10,000 പേപ്പറിൽ കളർ പേപ്പറിൽ പൊതിയാൻ വേണ്ടി എത്ര പേപ്പറിന് 2 രൂപ നിരക്ക് മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര രൂപ ചെലവാകും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത്. അപ്പം ഒരു പൂക്കുറ്റി ഏകദേശം ഈ രൂപത്തിലാണുള്ളത്. ഇതിന്റെ ഡയമീറ്റർ 10 ആണ്. ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് 5 ആണല്ലോ. ഡയമീറ്റർ 10, വ്യാസം 10 ആണെങ്കിൽ ആരം 5 ആണല്ലോ. ഇതിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇങ്ങനത്തെ 10,000 പൂക്കുറ്റിയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കാണേണ്ടത് ഇതിന്റെ കളർ പേപ്പറിൽ കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്താ നമ്മൾ കാണേണ്ടത്? യെസ്, നമ്മൾ കാണേണ്ടത് ഇതിന്റെ പേപ്പർ കളറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ സൈഡ് ഭാഗം മാത്രമാണ് കളർ ചെയ്യുന്നതെങ്കിൽ എന്താണ് കവർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ അതിന്റെ കേർവ്ഡ് സർഫേസിന്റെ വക്രതല പരപ്പളവാണ് വേണ്ടത്. പക്ഷേ ഈ പൂക്കുറ്റി എങ്ങനെ ഉണ്ടാവുക? അടിഭാഗവും കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിനെന്ത് വേണം? ഉപരിതല പരപ്പളവാണെന്ന് കാണേണ്ടത്. അതായത് ബേസ് ഏരിയയും കേർവ്ഡ് സർഫേസിനും ടോട്ടൽ സർഫേസ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഉപരിതല പരപ്പളവാണ്. അപ്പൊ ഒരു പൂക്കുറ്റിന്റെ ഉപരിതല പരപ്പളവാണ്. എന്നിട്ട് 10,000 പൂക്കുറ്റികൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഒന്ന് കിട്ടിയവന് 16 കൊണ്ട് വിളിച്ചാൽ 10,000 ആയില്ലേ? എന്നിട്ട് അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. അപ്പൊ ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിക്കാം. അപ്പൊ ഇതിന്റെ ഡയമീറ്റർ വ്യാസം 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഉയരം 12 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? വർണ്ണക്കടലാസ് ഒട്ടിക്കണം. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്നത് ആദ്യം ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവ് കാണാം കേട്ടോ. PSA ഓഫ് 1 ഫയർ വർക്ക്. ഓക്കെ, ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവ് കാണാണ്. അതിനെന്താണ്? കോണിന്റെ ഉപരിതല പരപ്പളവ് കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുല എന്തായിരുന്നു? ദാറ്റ് ഈസ് പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. ഓക്കെ, പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. അപ്പൊ എന്ത് വരുന്നു? പൈ ഇൻറ്റു റേഡിയസ് എന്താ? ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് 5 ആണ്. വി നോ അല്ലെ? ഡയമീറ്ററിന്റെ ഹാഫ് ആണല്ലോ റേഡിയസ്, വ്യാസത്തിന്റെ പകുതിയാണല്ലോ ആരം. അപ്പൊ എന്ത് വരും? 5 സ്ക്വയർ പ്ലസ്
പൈ ഇൻറ്റു റേഡിയസ് 5 എല്. എല് നമുക്ക് അറിയൂലല്ലോ, അപ്പൊ നമ്മൾ എല് കണ്ടുപിടിക്കണം. എല് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ദെൻ ആർ എന്താ? 5 സ്ക്വയർ പ്ലസ് എച്ച് എന്താ? 12 സ്ക്വയർ. 5ന്റെ സ്ക്വയർ എന്താ? 25. 12 സ്ക്വയർ എന്താ? 144. 25 144 കൂട്ടിയാൽ എന്താ? 169. എൽ സ്ക്വയർ 169 ആണെങ്കിൽ എൽ സമയം എന്ത് വരും? റൂട്ട് ഓഫ് 169. 169 റൂട്ട് എന്താ? 13 എന്ന് കിട്ടി. അപ്പൊ എല്ല് കിട്ടിയില്ല നമുക്ക്. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? പൈ ആർ എല്ലിൽ പൈയും ആറും എല്ലിന് നമ്മൾ എന്ത് കൊടുക്കണം? 13 എന്ന് കൊടുക്കുന്നു. യെസ്. നെക്സ്റ്റ് 5ന്റെ സ്ക്വയർ എന്താ മക്കളെ? 5ന്റെ സ്ക്വയർ, യെസ്, 5 സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 പൈ പ്ലസ് 5 into 13. 5 13 എത്രയാ? 65 പൈ. ഓക്കെ, 25ഉം 65ഉം കൂട്ടിയാൽ എന്താ? യെസ്, 90 പൈ. ഓക്കെ, ഇതാണ് ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവ്. ഇതിന് പൈയുടെ വില നമ്മൾ കൊടുക്കേണ്ടി വരും. കാരണം എന്താ? നമുക്ക് എത്ര രൂപ ചെലവാകുന്ന പറഞ്ഞത്. ഇപ്പൊ 90 പൈ രൂപ ചെലവാകുന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. യെസ്, ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പൈ എന്നൊന്നും പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് പൈയുടെ വില നമ്മൾ കൊടുക്കുന്നു. ദാറ്റ് ഈസ് 90 into 3.14 പൈയുടെ വില. യെസ്, ഗുണിച്ചു നോക്കിയേ. 9 into 4 4 36. 4 9 1 9 3 12 അല്ലേ? എസ് 3 9 27 28. അപ്പൊ 282.6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവ്. അങ്ങനത്തെ എത്ര പൂക്കുറ്റിയുണ്ട് മക്കളെ? യെസ്, അങ്ങനത്തെ 10,000 പൂക്കുറ്റികളുണ്ട്. അപ്പൊ ഒരു പൂക്കുറ്റിയുടെ പരപ്പളവ് 282.6 ആണെങ്കിൽ 10,000 പൂക്കുറ്റികളുടെ ഉപരിതല പരപ്പളവ്, അതായത് 10,000 such fireworks, total surface area of 10,000 such fireworks, that is എന്താ പറയാ? Yes, 10,000 into 282.6 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ വരും. പക്ഷേ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നത് മീറ്റർ സ്ക്വയറിന് 2 രൂപ എന്നാണ്. ആൻസർ കിട്ടിയത് സെന്റിമീറ്റർ സ്ക്വയർ ആണ്. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒരു മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ സ്ക്വയറാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ തൊട്ട് അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു മീറ്റർ സ്ക്വയർ എത്ര പറഞ്ഞത്? 10,000 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സെന്റിമീറ്റർ സ്ക്വയർ നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 10,000 കൊണ്ട് 10,000 കൊണ്ട് നമ്മൾ ഹരിക്കണം. ഈസ് ഈക്വൽ ടു എന്ത് വരുന്നുണ്ട്? 10,000 into 282.6 divided by 10,000 meter square. അപ്പൊ നമുക്ക് ഈ 10,000 കട്ടായി പോയി. അങ്ങനെ 10,000 പൂക്കുറ്റികളുടെ ഉപരിതല പരപ്പളവാണ് നമുക്ക് കിട്ടുന്നത്. എന്താ കിട്ടിയത്? 10,000 പൂക്കുറ്റികളുടെ ഉപരിതല പരപ്പളവ് 282.6 മീറ്റർ സ്ക്വയർ ആണ്. 10,000 പൂക്കുറ്റികളുടെ ഉപരിതല ടോട്ടൽ സർഫേസ് ഏരിയ ഓഫ് 10,000 fireworks, that is 282.6 മീറ്റർ സ്ക്വയർ. ഇനി മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാ ചെലവാകുന്നത്? ഒരു മീറ്റർ സ്ക്വയറിന് 2 രൂപയാണ് ചെലവ് വരുന്നത്. അപ്പൊ 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് 2 rupees ആണ്. അപ്പൊ 1 മീറ്റർ സ്ക്വയറിന്റെ കോസ്റ്റ് 2 rupees വെച്ചിട്ട് ഇതിന് ചിലവാകുന്ന രൂപ എന്ന് പറഞ്ഞാൽ 282.6 എത്ര കൊണ്ട് ഗുണിക്കുന്നു? 282.6 2 കൊണ്ട് ഗുണിക്കുന്നു. 2 രൂപ ചെലവ്. എക്സാമിന് 3 രൂപ ചെലവാകുന്നെങ്കിലോ യെസ്, നിങ്ങൾ ഇവിടെ 3 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 10 രൂപ ചെലവാകുന്ന പറഞ്ഞാലോ 10 കൊണ്ട് ഗുണിക്കണം. ഏതാണോ ക്വസ്റ്റ്യൻ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ മാറ്റി കൊടുക്കണം. എന്നിട്ട് 2 ന് 6 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 2 ന് 6 കൊണ്ട് ഗുണിച്ചാൽ 2 6 12, 2 4 5, 2 16, 2 4 5, 565.2, അതായത് 565 രൂപയാണ് ചെലവാകുന്നത്. 10,000 പൂക്കുറ്റികളുടെ പുറംഭാഗം മുഴുവൻ വർണ്ണക്കടലാസ് ഒട്ടിക്കാൻ 565 രൂപയാണ് ചെലവാകുക. എന്താ ചെയ്തത്? ശരിക്കും ശ്രദ്ധിക്കണം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നല്ല രീതിയിൽ നോക്കണം. അതായത് ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവ് കണ്ടു. ഈ പുറത്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ എന്താണ്, ഈ സൈഡ് ഭാഗം മാത്രം ഉണ്ടെങ്കിൽ വക്രതല പരപ്പളവ് കണ്ടാൽ മതി കേട്ടോ. യെസ്, ഇതിന്റെ ഫുൾ ഭാഗം കവർ ചെയ്യുമ്പോൾ ഉപരിതല പരപ്പളവ് കാണണം. ഈ കൊള്ള എന്നൊക്കെ പറയുമ്പോഴാണ് വ്യാപ്തം കാണേണ്ടത് കേട്ടോ. യെസ്, അപ്പൊ എന്താണ് ഉപരിതല പരപ്പളവ് കാണുക, വ്യാപ്തം കാണുക എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഏതാണ് നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു പൂക്കുറ്റിയുടെ ഉപരിതല പരപ്പളവ് ആണ്. ഉപരിതല പരപ്പളവ് ഫോർമുല വെച്ചിട്ട് നമ്മൾ ഉപരിതല പരപ്പളവ് കണ്ടു. എന്നിട്ട് 10,000 പൂക്കുറ്റികളാണ് 10,000 കൊണ്ട്. ഇനി 5,000 പൂക്കുറ്റിയാണെങ്കിൽ 5,000 കൊണ്ട് ഗുണിക്കുക. യെസ്, എന്നിട്ട് നമ്മൾ സെന്റിമീറ്റർ സ്ക്വയറിലാണ് കിട്ടുന്നതെങ്കിൽ മീറ്റർ സ്ക്വയർ തന്നെങ്കിൽ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം. യെസ്, എന്നിട്ട് എത്ര രൂപയാണ് തരുന്നത് അത് കോസ്റ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം
നമുക്ക് ഫൈനലായിട്ട് ഇത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ രൂപത്തിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, നമ്മളിപ്പോ വൃത്തസ്തൂപിയ കോണിന്റെ CS കേർവ്ഡ് സർഫേസ് ഏരിയ അതായത് വക്രമുഖ പരപ്പളവൊക്കെ എങ്ങനെ ചെയ്യുന്നതാണ് പഠിച്ചത്. വക്രമുഖ പരപ്പളവിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പുകളാണ് പഠിച്ചത്. ഓക്കെ, ഈ വീഡിയോസ്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസം കൂടെ എക്സാമിന് ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കിട്ടുന്ന സമയം പഠനവുമായി മുന്നോട്ട് കൊണ്ടുപോകുക. പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, യെസ്, ഓൾ ദ ബെസ്റ്റ്.